ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. ഇപ്പോൾ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പല ആൾക്കാരുടെയും റീയൂണിയൻ വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കാൻ പോകുന്നതായിട്ടാണ്. കൂടാതെ നിങ്ങളുടെ പേഴ്സൺ ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർ ഒരു ആക്ഷൻ എടുക്കുവാൻ പോവുകയാണ്, ഇല്ലെങ്കിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ആക്ഷൻ എടുക്കാൻ പോകുന്നവർ ഭയങ്കരമായിട്ടുള്ള ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത്. ഇവിടെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഒരു സൈഡ് നിങ്ങളും ഒരു സൈഡ് അതർ സിറ്റുവേഷനുമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ റിലീസ് ചെയ്യുവാൻ വേണ്ടിയാണ് ഇവർ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എനർജിയിൽ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ ഏതെങ്കിലും സിറ്റുവേഷനെ കംപ്ലീറ്റ്ലി എൻഡ് ആക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ വളരെ ഇമോഷണൽ ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത്. ഇവരുടെ ഇമോഷൻസ് ഹൈയും ലോയും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമയം ലോ ആകുമ്പോൾ ഒരു സമയം ഹൈ ആകും. അങ്ങനെ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇവർ എന്തെങ്കിലും ആക്ഷൻ എടുക്കുവാൻ വേണ്ടി തീരുമാനിച്ച് സംസാരിക്കുമ്പോൾ ആ ഒരു സംസാരത്തിൽ ഡിസ്ട്രക്ഷൻ വരികയാണ് എങ്കിൽ ഇവർ മാസ്കുലിൻ എനർജിയിലോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഞാൻ എന്ത് തീരുമാനം പറയുന്നു അത് നടന്നേ പറ്റത്തുള്ളൂ, എനിക്ക് വേറൊന്നും നോക്കാനില്ല എന്നുള്ള രീതിയിൽ ഒരു മാസ്കുലിൻ എനർജി എങ്ങനെയാണോ പറയുന്നത്, അതായത് അവരുടെ തീരുമാനത്തിൽ നിന്ന് അവർ ഒരിക്കലും മാറത്തില്ല, ആ ഒരു എനർജി. ഇവിടെ ഇവർ മാസ്കുലിൻ എനർജിയിലാവാൻ കാരണം എന്തെന്ന് വെച്ചാൽ, അതായത് ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നത് ആരാണോ അവരിൽ നിന്ന് റിലീസ് ആവാനാണ് ഇവർ നോക്കുന്നത്. ഇവിടെ ക്വിക്ക് ഡിസിഷൻ നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എക്സ്ട്രീമിലി പൊസസീവ് ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു എനർജിയിലാണ് ഉള്ളത്. അതായത് എനിക്ക് ആക്ഷൻ എടുക്കണം, എനിക്ക് കംപ്ലീഷനിലാവണം എൻ്റെ പേഴ്സണുമായിട്ട്, അങ്ങനെയുള്ള ഒരു എനർജിയിലാണ് ഇവരുടെ ഇപ്പോൾ എനർജി ഉള്ളത്. അതായത് എനിക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ ചെയ്തിരിക്കും, മാസ്കുലിൻ എനർജി. അതിനു വേണ്ടി ആരെയും പേടിക്കാതെ, ആരും ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്താലും അവരിൽ നിന്ന് റിലീസായി നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്ന ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള പല എനർജികളെയും ഫേസ് ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഡിസ്ട്രക്ഷൻ ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത്. പക്ഷേ ഇവർ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കണം. അപ്പോൾ ആരൊക്കെ ഇവരെ എന്തൊക്കെ പറഞ്ഞ് ഇവരുടെ മനസ്സ് മാറ്റുവാൻ ശ്രമിച്ചാലും ഇവർ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഉള്ളത്. എനിക്ക് എന്തായാലും എനിക്ക് തീരുമാനം എടുക്കാൻ സാധിക്കുമെന്നുള്ള. ഇവിടെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് ഒന്നാവുന്നത് കുറേ ആൾക്കാർക്ക് ഇഷ്ടമില്ല. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി തന്നെയായിരിക്കും ആക്ഷൻ എടുക്കുന്നത്. ഇത്ര കാലം തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണോ പറയുന്നത് അത് കേട്ടുകൊണ്ടിരുന്നു നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ ഇനി ഇവർ അങ്ങനെ കേൾക്കത്തില്ല. കാരണം അവർ അവരുടേതായ ഒരു പവറിലാണ് ഉള്ളത്. അതുകൊണ്ട് അവർ എന്തായാലും ഒരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള ആ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. ഈ സമയം എനർജി നിങ്ങളുടെ ഫേവറിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർക്ക് തേർഡ് പാർട്ടി പറയുന്നത് കേട്ടേ ജീവിക്കാൻ സാധിക്കുള്ളൂ, അത് അവർ പറയുന്നത് കേട്ടേ തീരുമാനം എടുക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അതുകൊണ്ടാണ് ഇവർക്ക് അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഡിസ്ട്രാക്ഷൻ അവരുമായിട്ട് ഉണ്ടാക്കുന്നതും അതിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുവാനും ഇവർ ആഗ്രഹിക്കുന്നതും. കാരണം ഇവിടെ കൂടുതലായിട്ടും എനർജി ഡിസ്ട്രാക്ഷനാണ് കാണിക്കുന്നത്. വഴക്ക് ഭയങ്കരമായിട്ട് ഇടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ വഴക്കിടുന്നത്. ഈ ഒരു ലോകം തന്നെ എതിരായാലും ഇവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും എന്നുള്ള രീതിയിലാണ് ഇവർ മറ്റുള്ളവരോട്, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനോട് വഴക്കുണ്ടാക്കുന്നത്. ഇവിടെ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ മാത്രമേ ഇവരുടെ മാരേജ് നടക്കുകയുള്ളൂ. വീട്ടുകാർ ആലോചിക്കുന്ന രീതിയിൽ ഉറപ്പായിട്ട് ഇവരുടെ മാരേജ് നടക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ രണ്ടുപേരും തമ്മിൽ മാരേജായി, പക്ഷേ നിങ്ങൾ ഹാപ്പിയല്ല, അല്ല എങ്കിൽ അവർ ഹാപ്പിയല്ല. അങ്ങനെ ഒരാൾ ഹാപ്പി അല്ല എങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് ഡിസ്ട്രക്ഷൻ ഉണ്ടാകും. അങ്ങനെ ഒരു എനർജി. പിന്നെ വീട്ടുകാർ ഒരാളെ കണ്ടുപിടിക്കുന്നു, നിങ്ങൾക്കിഷ്ടം വേറൊരാളെ. അപ്പോൾ നിങ്ങൾ ആ കാര്യം വീട്ടിൽ പറയുമ്പോൾ വീട്ടുകാർ അതിന് എതിരായിട്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾ അവിടെ വഴക്കുണ്ടാകും നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി. ഇവിടെ മാരീഡ് ലൈഫായാലും അൺമാരീഡ് ലൈഫായാലും ഡിസ്ട്രക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ അവിടെ ഡിസ്ട്രാക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ. ഇനി ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഇവരുടെയും ഇടയിൽ ആരാണോ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്,
അവരുമായിട്ടുള്ള എല്ലാ സിറ്റുവേഷനും റിലീസാക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അവരോട് സംസാരിച്ചായാലും അവരോട് ഒരു ആക്ഷൻ എടുത്തിട്ടായാലും അവരുമായിട്ടുള്ള എല്ലാ സിറ്റുവേഷനും റിലീസാക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കാരണം ഇവർ സക്സസ് ആണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഒരു കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ബ്ലോക്കേജസ് എത്രയും പെട്ടെന്ന് ദൂരെ പോകണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇവരുടെ ഹൃദയത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ അടുത്തും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ താക്കോൽ ഇവരുടെ അടുത്തുമാണ് ഉള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വളരെയധികം റൊമാൻറ്റിക് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കറണ്ട് ഫീലിങ്ങും ഈ ഒരു രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. 17 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ ഫിസിക്കലി നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ കാർമിക് സൈക്കിളിൽ നിന്ന് റിലീസ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സമയം നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഹെവി എനർജിയിലും ഉണ്ടാവുന്നതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഡിസ്ട്രക്ഷൻ ആയിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. കാരണം നിങ്ങൾക്ക് വേണ്ടി ഇവർക്ക് ആക്ഷൻ എടുക്കണമെങ്കിൽ മറ്റുള്ളവരോട് വഴക്കിട്ടാലേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാകും, അതായത് എനിക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരുമായിട്ടുള്ള ആ ഒരു ബന്ധം റിലീസാക്കിയാൽ മാത്രമേ എനിക്ക് എൻ്റെ പേഴ്സണുമായിട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങുവാൻ സാധിക്കത്തുള്ളൂ എന്ന് ഇവർക്ക് മനസ്സിൽ തോന്നുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഹോപ്പ്ഫുള്ളായിട്ട് ഇരിക്കേണ്ടതാണ്. നാളെ ഫുൾ മൂൺ ആണ്. അപ്പോൾ വൈബ് വളരെ പോസിറ്റീവായിട്ടാണ് വരുന്നത്. കാർമിക് റിലീസാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ സൂര്യൻ്റെ എനർജിയാണ് കൂടുതലായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ സൂര്യൻ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ഇവർ ഉറപ്പായിട്ടും ഒരു ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും സൂര്യഭഗവാനെ നോക്കി പ്രാർത്ഥിക്കുക. രാവിലെ എണീച്ച്, അതായത് നിങ്ങളുടെ ലവ് ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും നേരെയായി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നിട്ട് സൂര്യഭഗവാന് നന്ദിയും പറയുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരുന്നത് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ സൂര്യഭഗവാന്റെ. ഇവിടെ 17 മണിക്കൂർ അല്ലെങ്കിൽ 19 മണിക്കൂർ അല്ലെങ്കിൽ 27 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു എനർജി റെസൊനേറ്റ് ആകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മെസ്സേജ്, നിങ്ങളിൽ പല ആൾക്കാരും ഏഞ്ചൽസിൻ്റെയും ഡിവൈൻ്റെയും ഗൈഡൻസ് ഏതെങ്കിലും ചാനലിങ്ങിലൂടെ നേടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കിളികളുടെയോ അല്ലെങ്കിൽ ചിത്രശലഭത്തിനെ കാണുന്നതായിട്ടോ അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പർ കിട്ടുന്നതായിട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പുതിയ ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഗൈഡൻസ് കിട്ടുന്നതായിട്ടാണ് അതിൻ്റെ അർത്ഥം. ഡിവൈൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിട്ടാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ ആരെയെങ്കിലും ഗുരുവായിട്ട് കാണുന്നുണ്ട് എങ്കിൽ അവർ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നുണ്ട് എങ്കിൽ അതും ഡിവൈൻ്റെ രീതിയിൽ നിങ്ങൾ കാണേണ്ടതാണ്. നിങ്ങൾ ശരിയായ മാർഗത്തിൽ കൂടെ പോകുവാനാണ് നിങ്ങളുടെ ഗുരുവിൻ്റെ ത്രൂ നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്നത്. വരാൻ പോകുന്ന സമയം നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജി വളരെ ലവിങ് ആയിരിക്കും, കെയറിങ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പരസ്പരം ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കേണ്ടതാണ്. ജസ്റ്റ് മെസ്സേജ്, നിങ്ങൾക്കിപ്പോൾ എന്ത് കറണ്ട് സിറ്റുവേഷനാണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ ഒരിക്കലും പ്രീ ജഡ്ജ് ചെയ്യരുത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലവ് ലൈഫ് അല്ലെങ്കിൽ മാരീഡ് ലൈഫ് വളരെ മോശമായി പോയി, ഞാൻ ജനിച്ചതേ വളരെ അബദ്ധമായി പോയി, എൻ്റെ ഭാഗ്യം എൻ്റെ കൂടെയില്ല, ഞാനൊരു ഭാഗ്യദോഷിയാണ്, ഞാൻ കാരണമാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചത്, അങ്ങനെ ഒന്നും നിങ്ങൾ പ്രീ ജഡ്ജ് ചെയ്യരുത്. എപ്പോഴും പറയുക മറ്റുള്ളവരെയും കാട്ടി നല്ല ജീവിതം എനിക്കാണുള്ളത് എന്ന്. ലോകത്തിലുള്ള എല്ലാവരെയും കാട്ടി സന്തോഷവാൻ ഞാനാണ് അല്ലെങ്കിൽ സന്തോഷവതി ഞാനാണ് എന്ന് പറയുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.